എന്നുള്ള ഒരു ധാരണയും അവർക്കില്ലായിരുന്നു. അപ്പം ഞങ്ങളാണ് അവരോട് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിച്ചത്. മാത്രമല്ല അവർക്ക് വലിയൊരു ആശ്വാസം തോന്നിയത് ഇന്ന് മിക്കവാറും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അവരുടെ ജയിലിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇന്നലെയാണ് 2 കട്ടിൽ കിട്ടിയത്. പക്ഷേ കട്ടിൽ ഈ ജയിലിൻ്റെ അവരുടെ സെല്ലിനുള്ളിൽ 53 പേരുണ്ട്. അപ്പോൾ കട്ടിലൊന്നും സെല്ലിനുള്ളിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് അവർ വരാന്തയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ജയിലാണ്, ജയിലിൻ്റേതായ അസൗകര്യമുണ്ട്, കൊതുകടിയൊക്കെ കാരണം അവർക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇനി അതിനുള്ള ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് വേണ്ടി വരില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പോഡമോക്സൊക്കെ കൊടുക്കാം എന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരിന്ന് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ അതിൻ്റെ ആവശ്യം വരില്ലെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് ബിലാസ്പൂർ കോടതിയിൽ തീരുമാനം അനുകൂലമായി കഴിഞ്ഞാൽ അത് ഡിജിറ്റലായി തന്നെ ഇമെയിലായി തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയക്കാം. അത് അവിടെ നിന്ന് വരേണ്ട കാര്യമില്ല. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ബൈ ഹാൻഡ് ഇങ്ങോട്ട് വരും. ജയിലിൽ അവർ ആ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഷുവർട്ടിയൊക്കെ അവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജയിലിലേക്ക് ഈ കടലാസ് വന്നാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവരെ പുറത്തിറക്കാമെന്ന് ജയിൽ സൂപ്രണ്ട് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജയിലിൽ 8:30 വരെ, രാത്രി 8:30 വരെ ഓർഡർ വന്നാലും അവരെ പുറത്തിറക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 8:30 വരെ അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അവിടെ ബിലാസ്പൂർ കോടതിയിൽ നിന്ന് ഇനി 1 മണിക്കൂറിനുള്ളിൽ തന്നെ 11 മണി കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂറിനുള്ളിൽ മെയിലായിട്ട് വന്നാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ ഇന്ന് തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഏതാനും മണിക്കൂറുകൾ റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിക്കാനും തീവണ്ടി ചെലവഴിക്കാനും വന്ന ആൾക്കാർ 9 ദിവസമായിട്ട് ഈ കാരാഗൃഹത്തിൽ അവരവരുടെ തിരുവസ്ത്രം അണിഞ്ഞ് ഈ കൊടും ക്രിമിനലുകൾക്കൊപ്പം കഴിയുകയാണ്. അതിൻ്റേതായ മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ അലട്ടുന്നുണ്ട്. എങ്കിൽ പോലും അവർ പതറാതെ മുന്നോട്ട് പോകാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഉള്ളത്. അവർ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. സിസ്റ്റേഴ്സിനെ 2 പേരെയും കണ്ടിരുന്നു. ചില വിഷയങ്ങളൊക്കെ സംസാരിച്ചു. ജയിൽ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് നമുക്കറിയാം, ഇത്രയും ദിവസമായി 8 ദിവസം കഴിഞ്ഞു. അപ്പോൾ ക്ഷീണിതരാണ്. വലിയൊരു സഹനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഇത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, 2 സന്യാസികർക്ക് വേണ്ടി മാത്രമല്ല, അത് കേരള സമൂഹത്തിനും വേണ്ടി മാത്രമല്ല, വലിയൊരു സന്ദേശമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ 2 സന്യാസിർ കൊടുക്കുന്നത്. അതും മാത്രമല്ല, ഇവിടെ ഞങ്ങൾ ഈ ആദിവാസിയുടെ ആ ബാലനെയും കണ്ടു. അപ്പോൾ വലിയൊരു പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും. ഇവിടെ സൂചിപ്പിച്ചു എന്താണ് ഇന്നലെ കോടതിയിൽ നടന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളതിന് എല്ലാ വിവരങ്ങളും കൊടുത്തു. ഇന്ന് ഓർഡേഴ്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. വലിയൊരു പ്രതീക്ഷയിൽ ആകുന്നു. ഞങ്ങളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളെ 2 കന്യാസ്ത്രീമാരെയും അതുപോലെ ആദിവാസി ബാലനെയും കണ്ടു. ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനരായ എംപിമാർ പറഞ്ഞു. ആദിവാസി ബാലന്റെ കാര്യത്തിൽ തോന്നിയൊരു കാര്യം, യുവാവ് 19 വയസ്സ് ഉള്ളതാണ്. അപ്പോൾ തോന്നിയൊരു കാര്യം, ജയിലധികൃതർ ബോധപൂർവം പറയിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു റെഡിമെയ്ഡ് ഉത്തരം പറയുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ കുറേ കാലമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയമുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവന് യാതൊരു പ്രയാസവും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സംസാരിച്ചതുപോലെയാണ് തോന്നിയത്. സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അവർ ഓരോ ദിവസവും ഇറങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനകത്ത് നിൽക്കുന്നത്. ആ പ്രതീക്ഷ കൊണ്ട് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഒരു സമാധാനം ഇരിക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ടൊരു കരുത്തുള്ളത് കൊണ്ടാവാം അവരങ്ങനെ ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ 1-2 കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഒരു ഡെസ്റ്റിനേഷനിലെത്തുമെന്ന് വിചാരിച്ചവർ അപ്രതീക്ഷിതമായ കേന്ദ്രത്തിലെത്തി 9 ദിവസമായി. അതിൻ്റെ പ്രയാസങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. പക്ഷേ നമ്മുടെ ഈ അഭൂതപൂർവമായ ഒരു പിന്തുണ, ഒരു സംസ്ഥാനം ഒറ്റക്കെട്ടായി അതിലുപരി ഒരു രാജ്യമൊക്കെ നിൽക്കുന്ന ഒരു കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞു. പല വിവരങ്ങൾക്കും അവർക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം അവർ ഇൻഫോംഡ് അല്ലല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോടതിയിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലും അവർക്ക് അറിയുമായിരുന്നില്ല. എന്തായിരുന്നാലും അവരെ മനോബലം കൊണ്ടും മറ്റും ഒക്കെ നിൽക്കുന്നു. അവരെക്കുറിച്ച് പിന്നെ എല്ലാവരുടെയും ഒരു പിന്തുണ അവർക്കുണ്ട് എന്നത് അവരെ കൂടുതൽ ആഹ്ലാദഭരിതരാക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു.
ഉറച്ച പ്രതീക്ഷയാണ്. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നല്ല വാർത്തയുമായിട്ട് കാണാമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് വന്നാൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും അതുപോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഇവിടെ പലവട്ടം ചർച്ച നടത്തിയിട്ട് അതൊന്നും ഫലവത്താവുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം അവിടെ അരമനകൾ കയറിയിട്ട് അവിടുത്തെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. തൃശ്ശൂർ കോർപ്പറേഷനെ കുറിച്ചും മറ്റേ നിയമസഭയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മൊയിലിനൊപ്പവും വേട്ടയാടാൻ പോകുന്ന നായക്കൊപ്പമാണ് ഇവർ ഉള്ളത്. രണ്ട് പക്ഷത്ത് നിൽക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഛത്തീസ്ഗഡിലെ സഹപ്രവർത്തകരുടെ സമീപനവും നിലപാടും എന്താണെന്ന് അദ്ദേഹത്തോട് കേരള സമൂഹം ചോദിക്കണം. അതായത് ഇവിടെയുള്ള BJP നേതൃത്വവും സംഘ് പരിവാർ നേതൃത്വവും അവലംബിക്കുന്ന സമീപനം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അല്ലാതെ കേരളത്തിലെ BJP എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പാർട്ടിയോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയുടെ ഛത്തീസ്ഗഡ് ഘടകം, ആ സംഘ് പരിവാറിൻ്റെ വിവിധ സംഘടനകൾ, അവരുടെ സമീപനം, എന്തിനേറെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഇന്നലെ ഈ കേസ് ബിലാസ്പൂർ കോടതിയിൽ വന്നപ്പോൾ ഒബ്ജക്റ്റ് ചെയ്തത് അത് അവർ നൽകിയ വാഗ്ദാനം പോലും പാലിച്ചില്ല. അത് കഴിഞ്ഞ് ഇനി ഇവർക്ക് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടാസും അതുപോലെ ജോസ് കെ മാണിയും ഈ രണ്ട് MPമാരും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കന്യാസ്ത്രീകളുടെ മോചനം ഇന്നുണ്ടാകുമെന്നാണ് വിവരം. ഇനി ശ്രീനാഥ് ചന്ദ്രൻ ബിലാസ്പൂരിൽ നിന്ന് തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, വിവരങ്ങൾ. SK, ഞാനിപ്പോൾ ഉള്ളത് ബിലാസ്പൂരിലെ ജില്ലാ കോടതിക്ക് സമീപമാണ്. ഇവിടെയാണ് പ്രത്യേക NIA കോടതി പ്രവർത്തിക്കുന്നത്. സിറാജുദ്ദീൻ ഖുറേഷി എന്ന ജഡ്ജിയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ജഡ്ജ്മെന്റ്, ഈ ഉത്തരവ് പറയാൻ വേണ്ടി പോകുന്നത്. 11 മണിയോടെ കോടതി ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഏത് നിമിഷവും ഈ കേസ് പരിഗണിക്കാം എന്നതാണ് NIA അഭിഭാഷകനുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ നടന്ന വാദത്തിൻ്റെ ഒരു ആകെ തുക പരിശോധിക്കുമ്പോൾ ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോടതി എന്ത് തെളിവാണ് ഈ പ്രതികൾക്കെതിരെ ഉള്ളത് എന്ന ചോദ്യത്തിന് അതേക്കുറിച്ച് കൃത്യമായ ഒരു വിവരം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അവർ പറഞ്ഞത് അന്വേഷണം അതിൻ്റെ പ്രാഥമികമായ ഘട്ടത്തിൽ നിൽക്കുന്നു എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, അവർ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല എന്നതും ഇതിൽ നിർണായകമാണ്. ഈ രണ്ട് സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകേണ്ടതുണ്ട് എന്നതായിരുന്നു ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് കോടതി അത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് ഇന്നലത്തെ വാദം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. ഏതായാലും ആ രീതിയിൽ തന്നെ വിധി വരുമോ എന്നത് അറിയാൻ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഏതായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നൊരു ഘട്ടത്തിൽ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ജാമ്യാപേക്ഷ എതിർത്തു, പക്ഷേ കസ്റ്റഡി ആവശ്യപ്പെട്ടില്ല എന്നതാണ് ഇന്നലെ ഉണ്ടായ ഒരു സാഹചര്യം. ഏതാണ്ട് നേരത്തെ ജോൺ ബ്രിട്ടാസ് MP സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് ഉത്തരവ് വരികയാണെങ്കിൽ, ജാമ്യം അനുവദിച്ചുകൊണ്ടൊരു ഉത്തരവ് വരികയാണെങ്കിൽ പിന്നീട് ഇവിടെ നിന്ന് ഡിജിറ്റലായി ഈ സന്ദേശം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയക്കും, ദുർഗിലെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയക്കും. അവിടെ നിന്ന് പിന്നീട് ജയിലിലേക്ക് എത്തിക്കും. സാധാരണഗതിയിൽ 6 മണിക്ക് മുൻപ് എത്തണം എന്നതാണ് പല കോടതികളിലെയും പല ജയിലുകളുടെയും നിയമാവലി. പക്ഷേ ജോൺ ബ്രിട്ടാസ് MP അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ അത് 8 മണി വരെയൊക്കെ ആകാം എന്നത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് വിധി വരാൻ എത്രയധികം വൈകിയാലും ഇന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും ആ ജാമ്യം അനുവദിക്കുന്ന പക്ഷം എന്നതാണ് ആ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കന്യാസ്ത്രീകളുടെ മോചനം